പുന്നാര നബി ഒരിക്കല് തന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് പോയി സന്ദർശനാർത്ഥം. അപ്പോൾ ആ പൊന്നുമോള് കരഞ്ഞുകൊണ്ട് ഉപ്പാനോട് പറയാം, പുന്നാര ഉപ്പ, 3 ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ പട്ടിണിയാണ്. നമ്മളൊക്കെ ആണെങ്കിൽ ഇങ്ങനൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പെട്ടിയും ചട്ടിയും ഒക്കെ എടുത്ത് നമുക്ക് വേഗം ഇറങ്ങാം. ഇതെല്ലാം നമ്മൾ പറയാം. ഈ ഒന്നിനും കൊള്ളാത്ത ഭർത്താവിനെയും കൊണ്ട് എന്തിനാണ് നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നത്? നമ്മൾ പൊതുവെ സംസാരം. പക്ഷേ ലോകത്തിന് അനുഗ്രഹമായ പ്രവാചകൻ പറഞ്ഞത്, എൻ്റെ പുന്നാര മോള് 3 ദിവസമല്ലേ ഭക്ഷണം കഴിച്ചിട്ട്, ഈ ഉപ്പ 4 ദിവസമായി ഭക്ഷണം കഴിച്ചു. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരളിന്റെ കഷ്ടമാ പൊന്നുമോള് ഫാത്തിമ. ആ പൊന്നുമോളെ കല്യാണം കഴിച്ചു വിട്ടതിന് ശേഷം ഒരു ദിവസം കാണാൻ പോയി. തന്റെ പൊന്നാര മകളുടെ വീട്ടിൽ ചെന്നപ്പോ വാപ്പാനെ കണ്ടതും ഫാത്തിമ കരയാൻ തുടങ്ങി. വാപ്പാനെ കണ്ടതും ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കരയാൻ തുടങ്ങി. മുത്തുനബി ചോദിച്ചു, എന്തേ മോളെ ഫാത്തിമ കരയണേ? ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി ഉപ്പ പട്ടിണിയാ ഉപ്പ. ഇവിടെ അല്ലാന്റെ റസൂല് വാരി കെട്ടിക്കോ പോകാന്ന് പറഞ്ഞില്ല. നമ്മളാണ് എങ്ങനെയാണല്ലോ വാരി കെട്ടി പൊക്കോളാൻ പറയും. ഒളിങ്ങു വാ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളെ അടുത്തു പിടിച്ചിട്ട് വാപ്പ ചെവിയിൽ പറഞ്ഞു കൊടുത്തു, വലിയ അബീകാറുബവും. മോള് 3 ദിവസമായിട്ടല്ലേ വല്ലതും കഴിച്ചിട്ട്, വാപ്പ 4 ദിവസമായിട്ട് പട്ടിണിയാ മോളെ. ഫാത്തിമ കരയാൻ ഞാൻ ഉപ്പാനോട് പറഞ്ഞു പോയല്ലോ അല്ലാ, എന്റെ ഉപ്പാനോട് ഞാൻ പറഞ്ഞു പോയില്ലല്ലോ. ഫാത്തിമ കരയുകയാ. അതായിരുന്നു അവരുടെ തമ്മിലുള്ള ബന്ധം.